ശ്രീ ഗുരുഭ്യോ നമഃ. ദേവീ ഉപാസകരായും ദേവീ ഭക്തരായും ഉള്ള സജ്ജനങ്ങൾ മനസ്സിലാക്കി ഉപാസനയിൽ പാലിക്കേണ്ട, ഉപാസനയിൽ മാത്രമല്ല അവരവരുടെ ജീവിതത്തിൽ തന്നെ പാലിക്കേണ്ട പ്രധാനമായ അത്യാവശ്യമായ ചില നിയമങ്ങളെക്കുറിച്ച്, നടപടികളെക്കുറിച്ച് കൗളോപനിഷത്ത് എന്ന പേരുള്ള ഒരു ശാക്ത ഉപനിഷത്തിൽ കൊടുത്തിട്ടുള്ള ചില നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇന്നിവിടെ സംസാരിക്കാനിരിക്കുന്നത്. സമയാചാരത്തിൽ പ്രധാനമായിട്ടുള്ള ചില ഉപനിഷത്തുകളുണ്ട്. ശാക്ത ഉപനിഷത്തുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഗണപതി അഥർവശിരോപനിഷത്ത്, ദേവീ അഥർവശിരോപനിഷത്ത്, ഭാവനോപനിഷത്ത്, ത്രിപുരോപനിഷത്ത്, ത്രിപുരതാപിനി ഉപനിഷത്ത്, കൗളോപനിഷത്ത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ശാക്ത ഉപനിഷത്തുകൾ. ശ്രീവിദ്യ സമയാചാരത്തിൽ പ്രത്യേകിച്ച് ശ്രീചക്ര നവാവരണ പൂജ മുതലായ വിശേഷ സന്ദർഭങ്ങളിൽ അനിവാര്യമാണ് ഈ ഉപനിഷത്തുകളുടെ പാരായണം. കേരളത്തിൽ ഇനിയും ഈ ഉപനിഷത്ത് പാരായണത്തിന് കാര്യമായി പ്രാബല്യം സിദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ ശാക്തോപനിഷത്തുകളിൽ ഒന്നാണ് കൗളോപനിഷത്ത്. അഥർവവേദശാഖയിൽപ്പെട്ടതാണ് ഈ ഉപനിഷത്ത്. 43 സൂത്രങ്ങളിലായിട്ട് ഒരു ഉപാസകൻ അല്ലെങ്കിൽ ഉപാസിക ഉൾക്കൊള്ളേണ്ട മനോഭാവം, ജീവിതത്തിനോടും ഉപാസനയോടും സ്വീകരിക്കേണ്ട സമീപനം, ഇതൊക്കെയാണ് ഈ അപൂർവ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കൗളോപനിഷത്ത് എന്നതുകൊണ്ട് കൗള സാധനയുമായി, അതായത് ഇന്ന് കൗളസാധന എന്നറിയപ്പെടുന്ന ഉപാസനാ രീതികളുമായി സംബന്ധപ്പെട്ട ഒന്നാണ് എന്ന് വിചാരിച്ചു പോകരുത്. ഇവിടെ കൗളം എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വിപുലമാണ്. കുലസാധന എന്ന് പറഞ്ഞാൽ താന്ത്രികമായ സാധന എന്ന അർത്ഥം. കുലത്തെ സംബന്ധിച്ചതാണ് കൗലം. കുലമാർഗം എന്ന് വെച്ചാൽ സമ്പ്രദായത്തിൽ കൂടി ലഭിക്കുന്ന ഉപാസനാ മാർഗം എന്ന് ചുരുക്കമായി പറയാം. ഒരു ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് ആ ഗുരു ഉപദേശിച്ചു തന്ന പ്രകാരവും ആ ഗുരു പരമ്പരയിൽ ആചരിക്കുന്ന വിധിപ്രകാരവും ഉപാസന ചെയ്യുന്നതാണ് കൗലം അഥവാ കുലാചാരം. ആ അർത്ഥത്തിൽ സമയാചാരം, വാമാചാരം, ദക്ഷിണാചാരം എല്ലാം കുലാചാരത്തിൻ്റെ പരിധിയിൽ വരുന്നവ തന്നെയാണ്. ഒരു പരമ്പരയിൽ വരുന്ന ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ ശ്രീവിദ്യോപാസകർ മാത്രമല്ല, ഉപദേശം സ്വീകരിച്ച് ഉപാസന ചെയ്യുന്നവർ എല്ലാവരും തന്നെ കൗളർ ആണ്, കുലസാധനയിൽ പെട്ടവരാണ് എന്ന് പറയാം. അപ്പോൾ ഈ കൗലോപനിഷത്തിലെ വിശിഷ്ടമായ മന്ത്രങ്ങൾ ചെറുതായി ഒന്ന് വിശദീകരിക്കാം. ശ്രീ ഭാസ്കര റായരുടെ കൗളോപനിഷത്ത് ഭാഷ്യമാണ് പ്രധാനമായും ഞാൻ ആശ്രയിക്കുന്നത്. ശന്ന കൗലിക ശന്നോ വാരുണി ശന്ന ശുദ്ധി ശന്നോഗ്നി എന്ന് തുടങ്ങുന്ന ഒരു ശാന്തി പാഠമാണ് ആദ്യം. അത് കഴിഞ്ഞാൽ അഥാതോ ധർമ്മജിജ്ഞാസ എന്നതാണ് കൗളോപനിഷത്തിലെ ആദ്യത്തെ സൂത്രം, ആദ്യത്തെ മന്ത്രം. ധർമ്മ ജിജ്ഞാസ. എന്താണ് ഇവിടെ ഈ ധർമ്മം എന്നതിൻ്റെ അർത്ഥം? ഗുണിയായ പരശിവത്തിൻ്റെ ഗുണമാണ് പരാശക്തി. ധർമ്മി ആയ പ്രകാശശിവത്തിൻ്റെ ധർമ്മം ആണ് വിമർശശക്തി. ആ വിമർശശക്തിയെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ എന്നോ അഥവാ വിശിഷ്ടമായ കുലധർമ്മത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം എന്നോ അർത്ഥമെടുക്കാം. ജ്ഞാനം ബുദ്ധിശ്ച ജ്ഞാനം മോക്ഷൈക കാരണം എന്നതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ മന്ത്രങ്ങൾ. ഒരു സാധകന് താൻ ചെയ്യുന്ന സാധനയുടെ സൂക്ഷ്മ തത്വം എന്താണ്, എന്തിനാണ് പല ക്രിയകളും ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ട വ്യക്തമായ അറിവ്, അതാണ് ഇവിടെ ബുദ്ധി എന്ന വാക്കിൻ്റെ അർത്ഥം. ജ്ഞാനം ബുദ്ധിശ്ച, ആ അറിവിൽ കൂടി സിദ്ധിക്കുന്നതാണ് ജ്ഞാനം. യസ്യ അനുഭവപര്യന്ത ബുദ്ധി തത്വേ പ്രവർത്തതേ എന്ന് ശ്രീ ഭാസ്കര റായർ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ സാധനയുടെ ലക്ഷ്യമായ ജ്ഞാനാനുഭവം സിദ്ധിക്കുന്നതുവരെ ഒരു സാധകന്റെ ബുദ്ധി തത്വവിചാരണയിൽ, തത്വ അന്വേഷണത്തിൽ സദാ നിയുക്തമായിരിക്കേണ്ടതാണ് എന്ന് അർത്ഥം. അതിൽ കൂടി മാത്രമേ മോക്ഷാനുഭവം സാധിക്കുള്ളൂ. അനുഷ്ഠാനങ്ങളുടെ പൊരുളറിയാതെ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകൾ എവിടെയും എത്തിക്കില്ല. ശ്രീ ഭാസ്കര റായർ തൻ്റെ വരിവസ്യ രഹസ്യത്തിൽ ഒരു താക്കീത് നൽകുന്നുണ്ട്. ഏതാം ഉത്സൃജ്യ ജഡൈഹി ക്രിയമാണ ബാഹ്യ ആഡംബരോപാസ്തി പ്രാണവിഹീന ഇവ തനുഹു വിഗളിത സൂത്ര ഇവ പുത്തലിക. തത്വാർത്ഥം ഉൾക്കൊള്ളാതെ
മൂഢന്മാരാൽ ചെയ്യപ്പെടുന്ന ആഡംബരമായ ഉപാസന, പൂജ മുതലായ കോലാഹലങ്ങളൊക്കെ പ്രാണവിഹീന ഇവ തനുഹു വികളിത സൂത്ര ഇവ പുത്തലിക, പ്രാണൻ വെടിഞ്ഞ ശരീരം പോലെയും പാവക്കൂത്തിലെ കയറുപൊട്ടി താഴെ വീണുപോയ പാവ പോലെയും നിഷ്ഫലങ്ങളാണ് എന്ന് ശ്രീഭാസ്കരനായർ അസന്ദിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. മന്ത്രജപ സാധനയാണെങ്കിലും ശ്രീചക്ര നവാവരണാദി പൂജകളാണെങ്കിലും എന്തിന് സാധാരണ ചെയ്യുന്ന ലഘുപഞ്ചോപചാരം പോലെയുള്ള ക്രിയകളാണെങ്കിലും കൂടി അതിനൊക്കെ ശ്രേഷ്ഠമായ സൂക്ഷ്മ തത്വങ്ങളുണ്ട്. ആ തത്വാർത്ഥം മാനസികമായി ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ സാധന. ഏതൊരു ബാഹ്യപൂജയിലും ഗ്രഹിക്കേണ്ടതായ ആന്തരിക ജ്ഞാനം ഉണ്ട്. അതാണ് ബാഹ്യമായി ചെയ്യുന്ന പൂജാദികളെ കൂടി ആന്തരിക സാധനയാക്കി മാറ്റുന്നത്. തത്വാർത്ഥം ഗുരുമുഖേന ശരിയായ രീതിയിൽ ഗ്രഹിച്ച് അതിൽ കൂടി നേടുന്ന ജ്ഞാനമാണ് കൈവല്യസിദ്ധിക്ക് കാരണം. അതാണ് ജ്ഞാനം മോക്ഷൈക കാരണം എന്ന മൂന്നാമത്തെ മന്ത്രം സൂചിപ്പിക്കുന്നത്. എന്താണ് മോക്ഷം? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന മോക്ഷം? അതെന്താണ് എന്ന് നാലാമത്തെ മന്ത്രം പറയുന്നു. മോക്ഷ സർവാത്മത സിദ്ധി. സർവാത്മത സിദ്ധിക്കലാണ് മോക്ഷം. തന്ത്രശാസ്ത്രങ്ങളുടെ വളരെ കാതലായിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭാവനയാണ് ഈ ആശയമെന്ന് തന്നെ പറയാം. സർവസ്യ സ്വാത്മ അഭേദ സർവാത്മത. സകല ജീവരാശികളിലും സകല വസ്തുക്കളിലുമുള്ള അഭേദഭാവമാണ് സർവാത്മതാഭാവം. തന്നിൽ നിന്നും മറ്റൊന്നും ഭിന്നമല്ല എന്നുള്ള സ്വ ആത്മ അഭേദഭാവം. താദൃശ ജ്ഞാനജന്യം അഖണ്ഡം വൃത്യന്തരം വ. അതായത് ഇത് നന്നായി ശ്രദ്ധിക്കണം. ഉപാസനയുടെ വേളയിൽ ശരിയായ തത്വാർത്ഥം ഗ്രഹിച്ച് നേടുന്ന ജ്ഞാനവും അല്ലാത്ത വേളകളിൽ സർവത്തിനോടും വേണ്ടതായ സർവാത്മതാഭാവവും അഖണ്ഡാകാര വൃത്തി എന്ന വിശാലമായ വിശിഷ്ടമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് സാധകനെ ക്രമേണ എത്തിക്കുന്നു. യാതൊരു വിധത്തിലുമുള്ള വേർതിരിവുകളും കണ്ടീഷനുകളുമില്ലാത്ത, സർവത്തിനെയും തന്നിൽ നിന്നും അന്യമല്ല എന്ന് കാണുന്ന മാനസികമായ സമീപനം, ആത്മാർത്ഥമായ അകൽച്ചയില്ലായ്മ സ്വാഭാവികമായി സിദ്ധിക്കലാണ് ഈ അഖണ്ഡാകാര വൃത്തി എന്ന് പറയുന്ന സർവാത്മതാ സിദ്ധി. അതുതന്നെയാണ് യഥാർത്ഥ താന്ത്രിക ഉപാസനയുടെ ലക്ഷ്യം. അതുതന്നെയാണ് മോക്ഷത്തിന് കാരണമാവുന്നതും. സർവനിരാകരണമായ വൈരാഗ്യത്തിന്റെ മാർഗമല്ല താന്ത്രിക മാർഗം. ശ്രീവിദ്യോപാസന പോലെയുള്ള താന്ത്രിക ഉപാസനാ പദ്ധതികൾ സർവസംഘ പരിത്യാഗം ചെയ്ത സന്യാസികളെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. സാധാരണ ജനങ്ങൾക്ക്, അതിലും വിശേഷമായി ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൻ്റെ ചുമതലകളും ബാധ്യതകളും വിട്ടിട്ടില്ലാത്ത ഗൃഹസ്ഥർക്ക് വേണ്ടിയുള്ളതാണ്. ദുഃഖകർത്തവ്യ ഭാരബദ്ധാനാം ഗൃഹസ്ഥാനാമർത്ഥം ലളിതോപാസ്തി. ജീവിതകർമ്മങ്ങളുടെ ദുഃഖഭാരം ചുമക്കുന്ന ഗൃഹസ്ഥന് വേണ്ടിയുള്ളതാണ് ശ്രീവിദ്യോപാസന എന്ന് അർത്ഥം. ഭോഗമോക്ഷദായിനിയാണ്, ഭുക്തിമുക്തിപ്രദായിനിയാണ് പരദേവത. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതി കർമ്മത്തിന് അനിവാര്യമായ ഭോഗാസ്വാദനവും അതോടുകൂടി തന്നെ മോക്ഷകാംക്ഷയും ഒരുപോലെ സ്വീകരിച്ച് ജീവിതം നയിക്കുന്നതാണ് ശരിയായ ഗൃഹസ്ഥാശ്രമം. അനിത്യം നിത്യം, അജ്ഞാനം ജ്ഞാനം എന്ന രണ്ട് മന്ത്രങ്ങളാണ് 10ാമത്തേതും 11ാമത്തേതും. അനിത്യമാണ് നിത്യം, അജ്ഞാനമാണ് ജ്ഞാനം. എന്താണിതിൻ്റെ അർത്ഥം? അനിത്യത്വേന ഭാസമാനം ഘടാധികമപി നിത്യശക്തി രൂപമേവ. അനിത്യങ്ങളായ സകല നാമരൂപ പ്രപഞ്ചവും അതിലെ പഞ്ചഭൂതാത്മക ജഡവസ്തുക്കളും ശാശ്വതമല്ലാത്തവയാണെങ്കിലും പ്രപഞ്ചം നിത്യയായ പരാശക്തിയുടെ സ്വരൂപമാണ് എന്ന് അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ ശക്തിരൂപം എടുത്തു പറയുന്ന വേറെ മന്ത്രങ്ങൾ കൗളോപനിഷത്തിലുണ്ട്. പ്രപഞ്ചയേവ ഈശ്വര, സർവം ശാംഭവീ രൂപം എന്നൊക്കെ. അതുകൊണ്ട് തന്നെയാണ് സകല പ്രപഞ്ച വസ്തുക്കളോടും ജീവികളോടും അഭേദഭാവം സാധകൻ കൈക്കൊള്ളേണ്ടത്. അതുപോലെ തന്നെ അജ്ഞാനം ജ്ഞാനം, ജാഗ്രത് സ്വപ്ന സുഷുപ്തി മുതലായ ഈ വ്യാവഹാരിക ദശയെ സംബന്ധിച്ചതും അജ്ഞാനം എന്ന വേദാന്തത്തിൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളതും യഥാർത്ഥത്തിൽ പ്രപഞ്ച സംബന്ധിയായ ചിത് ശക്തിയുടെ ബോധരൂപമായ ജ്ഞാനം തന്നെയാണ് എന്ന് അർത്ഥം.
ശക്തേർ ഭിന്നം നാസ്ത്യേവ ഇത്യർത്ഥഃ ഭേദസ്യ മിഥ്യാത്വാത് ഇതി ഭാവഃ. ജ്ഞാനവും അജ്ഞാനവും ശക്തി സ്വരൂപമാണ്. ശക്തിയിൽ നിന്നും ഭിന്നമായിട്ട് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഭിന്നമായി തോന്നുന്നതാണ് മിഥ്യ എന്നതാണ് ഇവിടെ സന്ദേശം. അടുത്ത 12ാമത്തെ മന്ത്രമാണ് അധർമ്മമേവ ധർമ്മം. ഇവിടെ അധർമ്മം എന്ന വാക്കിന് നിർധർമ്മകം, അതായത് ധർമ്മരാഹിത്യം എന്ന് അർത്ഥം മനസ്സിലാക്കണം. അധർമ്മമേവ ധർമ്മം, അതായത് ശക്തിരൂപമായ ധർമ്മവും കൂടി നിർധർമ്മകമായ സകല ധർമ്മങ്ങൾക്കും അതീതമായ അനുത്തര പരശിവത്തിന്റെ സ്വരൂപം തന്നെയാണ് എന്ന് അർത്ഥം. അതായത് ശിവശക്തികൾ തമ്മിൽ ഭേദമില്ല എന്നുള്ള തത്വം. പ്രപഞ്ചരൂപിണിയും അതേസമയം നിഷ്പ്രപഞ്ചയുമാണ് പരാശക്തി. അത് കഴിഞ്ഞാൽ ഏഷ മോക്ഷ എന്ന 13ാമത്തെ മന്ത്രത്തിൽ കൂടി മോക്ഷത്തിനുള്ള വഴി ഈ സർവാത്മതാഭാവം കൈവരിക്കുന്നത് തന്നെയാണ് എന്ന് ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ വിശദീകരിച്ച് സമയം കളയുന്നില്ല. കൗളോപനിഷത്തില് ഉപാസകരുടെ ധർമ്മങ്ങളും കടമകളും അനുശാസിക്കുന്ന പ്രധാനമായിട്ടുള്ള മറ്റു ചില മന്ത്രങ്ങൾ മാത്രം ഇനി നമുക്ക് നോക്കാം. ഗുരുരേഖ, പിന്നെ സർവൈക്യത ബുദ്ധിമന്തേ എന്ന 2 മന്ത്രങ്ങൾ 23ഉം 24ഉം മന്ത്രങ്ങളാണ്. ഗുരുരേഖ എന്ന് വെച്ചാൽ കുലജ്ഞാനം, അതായത് പാരമ്പരിക ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഗുരുവിനെ മാത്രം തിരഞ്ഞെടുത്ത് ആ ഗുരുവിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച് ഉപാസിക്കുന്നതിൽ കൂടി മാത്രമാണ് സിദ്ധിക്കുന്നത് എന്ന് അർത്ഥം. ശ്രീഗുരും ലക്ഷണോപേതം സംശയച്ഛേദ കാരണം ലബ്ധ്വ ജ്ഞാനപ്രദം ദേവി ന ഗുർവന്തരമാശ്രയേത് എന്ന് കുലാർണവതന്ത്രം പറയുന്നു. അതായത് ലക്ഷണങ്ങൾ തികഞ്ഞ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിവുള്ള ജ്ഞാനം നൽകുന്ന ഒരു ഗുരുവിനെ ലഭിച്ച ശേഷം മറ്റൊരു ഗുരുവിനെ ആശ്രയിക്കരുത് എന്ന് അർത്ഥം. അതുപോലെ തന്നെയാണ് പലരെയും സമീപിച്ച് സംശയങ്ങൾക്ക് ഉത്തരം തേടുന്നത്. പല ഗുരുക്കന്മാരും പലതരം സമ്പ്രദായങ്ങളിൽപ്പെട്ടവരായിരിക്കും. ഇങ്ങനെ പലരെയും ആശ്രയിക്കുമ്പോൾ ഉപദേശക്രമങ്ങളിൽ വ്യത്യാസമുണ്ടാവുകയും അതുകൊണ്ട് സംശയങ്ങൾ കൂടുകയുമാണ് സംഭവിക്കുക. അത് ഉപാസനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പരശുരാമ കൽപ്പസൂത്രത്തിലും ഏകഗുരു ഉപാസ്തിരസംശയ എന്ന് ഒരേ ഗുരുവിനെ മാത്രം എപ്പോഴും ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഏകഗുരുവിനെ ആശ്രയിച്ച് ഉപാസന ശ്രദ്ധയോടെ തുടരുമ്പോൾ ശിഷ്യന് നേരത്തെ പറഞ്ഞ സർവാത്മത എന്ന് പറയുന്ന ഐക്യസിദ്ധി ലഭിച്ച് അന്തകാലേ അദ്വൈത ബുദ്ധിമേവ ലഭത്തെ, അവസാന കാലമാവുമ്പോഴേക്കും ആത്മ അഭേദ അദ്വൈത ജ്ഞാനം ലഭ്യമാകും. അതാണ് സർവൈക്യതാ ബുദ്ധിം അന്തേ എന്ന 24ാം മന്ത്രം സൂചിപ്പിക്കുന്നത്. മദാദിസ്ത്യാജ്യ എന്നതാണ് 26ാം മന്ത്രം. മാദകദ്രവ്യങ്ങൾ സേവിക്കുന്നത് എന്ന് വെച്ചാൽ കഴിക്കുന്നത്, കുടിക്കുന്നത്, വലിക്കുന്നത് എല്ലാം തന്നെ സാധകന് എല്ലാ കാലങ്ങളിലും വർജ്യമാണ്, പ്രത്യേകിച്ച് സമയാചാര ക്രമത്തിൽ. മദാദി, ആദി എന്നതുകൊണ്ട് കാമക്രോധ ലോഭമോഹ മതമാത്സര്യം എന്നീ 6 ശത്രുക്കളെയും കൂട്ടണം എന്നാണ് ശ്രീ ഭാസ്കരരായർ പറഞ്ഞിരിക്കുന്നത്. മാദകദ്രവ്യങ്ങളെ പോലെ തന്നെ മനസ്സിനും ശരീരത്തിനും ദുർവികാരം ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഈ 6. കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യം എന്നീ 6. അടുത്ത വളരെ പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് 27ാം മന്ത്രം, പ്രാകട്യം ന കുര്യാത്ത്. ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പരശുരാമ കൽപ്പസൂത്രത്തിലും പറഞ്ഞിട്ടുള്ളത്, പ്രാകട്യാത് നിരയഃ എന്ന്. അതായത് രഹസ്യം പുറത്താക്കിയാൽ നരകമാണ് ഫലം എന്ന് അർത്ഥം. കുറച്ച് കടുപ്പത്തിലുള്ള താക്കീതാണ്. പ്രാകട്യം എന്ന് വെച്ചാൽ പ്രകടമാക്കൽ, വെളിപ്പെടുത്തൽ. എന്തൊക്കെയാണ് ഒരു ഉപാസകൻ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ പാടില്ലാത്തത്? ഉപാസനാ പ്രാകട്യം, സിദ്ധിവിജ്ഞാന പ്രാകട്യം, ഗുരുജ്ഞാന പ്രാകട്യം, ശ്രുതിമാത്രാധാരിത ധാരണാ പ്രാകട്യം, മതാഭിമാന പ്രാകട്യം ച ന കർത്തവ്യം. ഇവിടെ ശ്രദ്ധിക്കണം, താൻ ചെയ്യുന്ന ഉപാസന, അത് സിദ്ധിക്കുന്നതിന് വേണ്ട അനുഷ്ഠാന ക്രമങ്ങൾ ഇവയൊക്കെ അതിരഹസ്യമായി വെക്കേണ്ടതാണ്. ഉദാഹരണത്തിന് ഉപദേശം കിട്ടിയ മന്ത്രം ഉറക്കെ ചൊല്ലുക, ന്യാസക്രിയകൾ, മുദ്രകളൊക്കെ പൊതുസ്ഥലങ്ങളിൽ പ്രകടിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവിടെ പ്രാകട്യം. അതുപോലെ തന്നെ ഗുരു ഉപദേശിച്ചു തന്നിട്ടുള്ള ഉപാസനയെ സംബന്ധിച്ച അറിവ്, അതാത് പാരമ്പരിക ക്രമങ്ങളുടെ വിശദീകരണങ്ങൾ ഇവയൊന്നും പരസ്യമാക്കാനുള്ളതല്ല. പിന്നെ ശ്രുതി മാത്ര ആധാരിത ധാരണ എന്ന് വെച്ചാൽ ശാസ്ത്രപ്രമാണമില്ലാതെ
ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചോ അല്ലെങ്കിൽ കേട്ടറിവ് മാത്രം വെച്ചുകൊണ്ടോ താൻ സ്വയം ധരിച്ചു വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇവയൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടമായി അറിയിക്കരുത്, വാക്കാലും എഴുത്തുകൊണ്ടും പ്രകടമാക്കരുത്. മാത്രമല്ല, താൻ ഒരു ഉപാസകനാണ്, ഇന്ന ഗുരു പരമ്പരയിലാണ്, ഇന്ന ഇന്ന മന്ത്രങ്ങളിലൊക്കെ ദീക്ഷ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന ഗർവ്, വലിയ ഗമയോടുകൂടി മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത്, ഇതൊന്നും അരുത് എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മത അഭിമാന പ്രാകട്യം ച നകർത്തവ്യം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ഒരു പ്രവണത. പലരും പല രീതിയിലും വളരെ ആധികാരിക സ്വരത്തിലാണ് പല വാദങ്ങളും അഭിപ്രായങ്ങളും പ്രമാണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വിളമ്പി വയ്ക്കുന്നത്. യഥാർത്ഥ ഉപാസകർ അതൊക്കെ ഒഴിവാക്കണം എന്നതാണ് കൗളോപനിഷത്ത് അനുശാസിക്കുന്നത്. പ്രാകട്യം ന കുര്യാത് എന്ന മന്ത്രത്തിൽ കൂടി. ന കുര്യാത് പശു സംഭാഷണം എന്ന അടുത്ത മന്ത്രം നിർദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. പശുജനം. ആരാണ് പശുജനം? ഉപാസനയില്ലാത്തവരെയും അതിനെക്കുറിച്ച് അറിവില്ലാത്തവരെയുമാണ് പശുജനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിദ്യാവിഹീനഃ പശു. വിദ്യ എന്ന് വെച്ചാൽ സാധനയെക്കുറിച്ചുള്ള അറിവ് എന്ന് ഇവിടെ അർത്ഥം മനസ്സിലാക്കണം. സാധനയെക്കുറിച്ച് വിവരമില്ലാത്തവർ, വിചാരമില്ലാത്തവർ ആണ് പശുക്കൾ. അവരുമായി ശ്രീവിദ്യോപാസകർ ലൗകികമായ സാധാരണ വിഷയങ്ങൾ മാത്രമേ സംവാദിക്കാവൂ. ഉപാസനാ സംബന്ധമായ വിഷയങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. അത്തരക്കാരുടെ ഇടയിൽ ശ്രീവിദ്യോപാസനയെ പ്രചരിപ്പിക്കാനുള്ള ഉദ്യമവും അരുത് എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിനുള്ള കാരണം 33-ാം മന്ത്രത്തിൽ പറയുന്നുണ്ട്. അന്തഃശാക്തഃ ബഹിഃശൈവഃ ലോകേച വൈഷ്ണവഃ. ഒരു ശ്രീവിദ്യോപാസകൻ ഉള്ളിൽ ശാക്തനും പുറമേ ശൈവനും ജനങ്ങളോട് ഇടപഴകുമ്പോൾ വൈഷ്ണവനും ആയിരിക്കണം എന്ന്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധകൻ ഒരിക്കലും താനൊരു മന്ത്രോപാസകനാണ് എന്ന തൻ്റെ വ്യക്തിത്വം, അതായത് താനൊരു ശ്രീവിദ്യോപാസകനാണ് എന്നത് പ്രകടമാക്കി നടക്കരുത്. ശക്തേഹേ ഉപാസ്തി അന്ധക്കരണൈക വിദ്യ കാര്യ എന്ന് ശ്രീ ഭാസ്കരരായർ പറയുന്നു. അതായത് തൻ്റെ ഉപാസന, തൻ്റെ ശാക്തോപാസന തൻ്റെ അന്തരംഗമായ കാര്യം മാത്രമാണ് എന്ന് അർത്ഥം. അന്ധക്കരണൈക വിദ്യയാണ് ശ്രീവിദ്യ. അതാണ് അന്തഃശാക്തഃ എന്നതിൻ്റെ പൊരുൾ. എന്നാൽ തൻ്റെ ഈശ്വര വിശ്വാസം, ആത്മീയ ശീലത്വം മറച്ചു വെക്കേണ്ടതുമല്ല. ആധ്യാത്മിക പാതയിൽ ചരിക്കുന്നവനാണ് താൻ എന്നത് പ്രകടമാക്കേണ്ടതുമാണ്. ബഹിഃശൈവഃ എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. ശിവഭക്തന്മാരുടെ നെറ്റിയിൽ എപ്പോഴും ഭസ്മമുണ്ടായിരിക്കും, കയ്യിലോ കഴുത്തിലോ രുദ്രാക്ഷവും ഉണ്ടായിരിക്കും, അല്ലേ? അതുപോലെ തൻ്റെ ആധ്യാത്മിക പ്രതിപത്തി പുറത്ത് കാണിക്കുകയും വേണം. ലോകേച്ച വൈഷ്ണവ എന്ന് വെച്ചാൽ സാധാരണക്കാരോട് ഇടപഴകുമ്പോൾ യാതൊരു വിധത്തിലുമുള്ള അസഹ്യതയോ അകൽച്ചയോ ശുദ്ധാശുദ്ധ ഉച്ച നീച ജാതിവർണ്ണ ലിംഗ പ്രായ സംബന്ധമായ ഭേദഭാവനകളോ മുൻവിധികൾ വെച്ചുകൊണ്ടുള്ള വിവേചനപരമായ സമീപനമോ ഇല്ലാതെ സകല ജനസേവന തത്പരനായി, സമാജത്തോട് പ്രതിപത്തിയുള്ളവനായി, സമത്വ ഭാവത്തോടു കൂടി ഒരു ഉപാസകൻ പെരുമാറണം എന്ന് അർത്ഥം. ലോകേച്ച വൈഷ്ണവ. ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തില് 11-ാം അധ്യായത്തില് 29 മുതൽ 32 വരെയുള്ള 4 ശ്ലോകങ്ങളിൽ ശ്രീ ഭഗവാൻ ഒരു വൈഷ്ണവന്റെ 30 ഗുണങ്ങൾ നിരൂപിക്കുന്നുണ്ട്. അന്യരുടെ ദുഃഖം സഹിക്കാത്തവൻ, ഒരു പ്രാണിയെയും ഹിംസിക്കാത്തവൻ, സഹനശക്തിയുള്ളവൻ, അന്യരെ ബഹുമാനിക്കുന്നവൻ, അന്യർ തന്നെ ബഹുമാനിക്കണം എന്ന ഇച്ഛയില്ലാത്തവൻ, ഇങ്ങനെ 30 ഗുണങ്ങൾ. ഇതെല്ലാം തികഞ്ഞ സാധ്വിയാണ് യഥാർത്ഥ വൈഷ്ണവൻ. അടുത്ത മന്ത്രമാണ് അയമേവ ആചാരഃ. ഇത് തന്നെയാണ് പാലിക്കപ്പെടേണ്ട പ്രധാന നിയമം എന്ന് അർത്ഥം. കൗലികാനാം ആചാരാഃ തന്ത്രേഷു വിഹിതാഃ തേഷാം സർവേഷാം മധ്യേ പ്രാഗട്യ അഭാവരൂപ ആചാരഃ ഏവ അതീവ മുഖ്യ ഇത്യർത്ഥഃ. അതായത് കുലധർമ്മം പാലിക്കേണ്ട ഉപാസകർക്കായി അനേകം നിയമങ്ങൾ, തന്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവയിൽ വെച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പ്രാഗട്യ അഭാവം, തൻ്റെ ശാക്ത ആചാരം പുറത്ത് വെളിപ്പെടുത്താതിരിക്കുക എന്നത് തന്നെയാണ് എന്ന് അയമേവ ആചാരഃ എന്ന ഈ മന്ത്രം ഒന്നുകൂടി ഊന്നിപ്പറയാണ്. അപ്പോൾ തൻ്റെ ശാക്താരാധന അതീവ രഹസ്യമായി സ്വകാര്യമായി മറച്ചു വെച്ചുകൊണ്ട്
പുറമേ ശൈവനെ പോലെ തൻ്റെ അധ്യാത്മ അനുചരണം മാത്രം വെളിപ്പെടുത്തിക്കൊണ്ട് സമാജത്തിൽ ഒരു വൈഷ്ണവനെ പോലെ എപ്പോഴും പരസഹായ സന്നദ്ധനായിരിക്കുക എന്നതാണ് ഉപാസകർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന മുഖ്യമായ നിയമം. നോക്കൂ, എത്ര വിശാലമായ ഉന്നതമായ ചിന്താഗതിയെയാണ് കൗളധർമ്മം ഉയർത്തിപ്പിടിക്കുന്നത് എന്ന്. കഴിഞ്ഞില്ല, 36-ാമത്തെ മന്ത്രമാണ് ലോകാൻ ന നിന്ദ്യാത്, ലോകത്തിലുള്ള ഒന്നിനെയും നിന്ദിക്കരുത്. ശ്രീ ഭാസ്കരരായർ വ്യാഖ്യാനിക്കുകയാണ്, നാനാവിധാനി ദർശനാനി സർവാണ്യപി തത്തത് അധികാരിഭേദേന പ്രമാണാന്യേവ താനി സർവഥാ ന നിന്ദേത്. അതായത് നാനാവിധത്തിലുള്ള മതങ്ങളും ദർശനങ്ങളും അതാത് മതസ്ഥരുടെ അധികാരിഭേദമനുസരിച്ച് അവരവരുടെ യോഗ്യതയനുസരിച്ച് പാലിക്കപ്പെടുന്നവയാണ്. പല മതങ്ങളും പല ദർശനങ്ങളും ഉണ്ടായിട്ടുള്ളതും പലതരത്തിലുള്ള ജനതയ്ക്ക് വേണ്ടിയാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമാണ്. അവയെ ഒരു വിധത്തിലും നിന്ദിക്കാനോ അധിക്ഷേപിക്കാനോ കുലധർമ്മമാചരിക്കുന്ന സാധകന് അവകാശമില്ല എന്ന് അർത്ഥം. സർവദർശന അനിന്ദനം എന്ന് ഇത് തന്നെ പരശുരാമകൽപ്പസൂത്രവും നിർദ്ദേശിക്കുന്നുണ്ട്. ഇത്യധ്യാത്മം എന്നതാണ് അടുത്ത മന്ത്രം. അതായത് അയമാചാരോ അപി ആത്മജ്ഞാനേ ഏവ ഉപകുരുതേ ഇത്യർത്ഥ എന്ന് വെച്ചാൽ അന്യമത അന്യദർശന ദൂഷണം ഉപേക്ഷിക്കുന്നത് ക്രമേണ ഉപാസകന്റെ ആത്മജ്ഞാന സിദ്ധിക്ക് തന്നെ ഉപകരിക്കുന്നു എന്ന് അർത്ഥം. അതെങ്ങനെയാണ്? കാരണം തീവ്ര വികാരങ്ങളെ പോഷിപ്പിക്കുന്നത് അപകടകരമാണ്. അന്യമതങ്ങളോടും അന്യമതസ്ഥരോടും ഉള്ള അതിയായ ക്രോധം, പക, വെറുപ്പ് മുതലായ തീവ്ര വികാരങ്ങൾ ഉപാസനയുടെ പുരോഗതിക്ക് പ്രതിബന്ധമായി തീരും. സർവമത, സർവദർശന, സർവവീക്ഷണ സമഭാവനയാണ് ഒരു ഉപാസകന് ഉണ്ടാവേണ്ടത്. ഈ സമഭാവന നേരത്തെ പറഞ്ഞ അഖണ്ഡാകാര വൃത്തിക്ക് അനിവാര്യവുമാണ്. പിന്നെ ആത്മരഹസ്യം ന വദേത്, ശിഷ്യായ വദേത് എന്ന 2 മന്ത്രങ്ങളാണ്. ആത്മരഹസ്യം ന വദേത്, അതായത് പ്രാകട്യം അഥവാ വിളംബരത്തിന് വേണ്ടിയുള്ള പ്രചാരം അപകടമായേക്കാം എന്നതുകൊണ്ട് ആപ്ത സുഹൃത്തിനോട് പോലും ശ്രീവിദ്യയുടെ ഉപാസനാ രഹസ്യങ്ങൾ പറഞ്ഞുകൂടാ. എന്നാൽ ശിഷ്യായ വദേത്, ഒരു ഗുരുസ്ഥാനത്തിലിരിക്കുന്ന ഉപാസകൻ ശാക്ത സമ്പ്രദായവും പരമ്പരയും ഇടമുറിയാതെ തുടരുന്നതിന് വേണ്ടി തൻ്റെ ശിഷ്യന് ശരിയായ വിധത്തിൽ സൂക്ഷ്മതത്വങ്ങൾ ഉപദേശിച്ച് കൊടുക്കേണ്ടതുമാണ്. കർണാത് കർണോപദേശേന സംപ്രാപ്തം അവനീതലം, ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് എന്ന ഉപദേശ പരമ്പരയിൽ കൂടിയാണല്ലോ ഈ കൗളധർമ്മം ഭൂമിയിൽ ഇന്നും നിലകൊണ്ടുവരുന്നത്. അതുകൊണ്ട് യോഗ്യരായ ശിഷ്യന്മാരെ പരീക്ഷിച്ച് തിരഞ്ഞെടുത്ത് അവർക്ക് മന്ത്രദീക്ഷ കൊടുക്കുമ്പോൾ വിദ്യാരഹസ്യങ്ങൾ, അതായത് ഉപാസനയുടെ സൂക്ഷ്മതത്വങ്ങൾ ഒരു ഗുരു ഉപദേശിച്ച് കൊടുക്കേണ്ടതാണ് എന്ന് സാരം. അന്തഃശാക്തനായും ബഹിശൈവനായും ഉപാസനാരഹസ്യം മറച്ചുവെക്കേണ്ട കാര്യം പറയുന്നിടത്ത് ശ്രീ ഭാസ്കരരായർ ഉപദേശിക്കുന്നത് ഇങ്ങനെയാണ്: ഭ്രൂമധ്യേ ബിന്ദുരിത്യേതേ ചിഹ്നാനി വിഹിതാന്യപി വിഭൂതിധാരണാദി ശൈവചിഹ്നൈ ആച്ഛാദിതാനി ഏവ കാര്യാണി ശിവസ്യാപി ശക്ത്യഭേദാത്. അതായത് ശ്രീവിദ്യോപാസകർ പൂജയുടെ സമയത്ത് നെറ്റിയിൽ ചന്ദനജലത്തിൽ ചാലിച്ച് ചാർത്തുന്ന കുങ്കുമപ്പൊട്ടു കൂടി അത് ഉണങ്ങിയ ശേഷം അതിൻ്റെ മുകളിൽ ഭസ്മം പൂശി മറച്ചിട്ട് വേണം പുറത്തിറങ്ങാൻ എന്നാണ്. ശിവശക്തികൾ തമ്മിൽ ഭേദമില്ലാത്തതുകൊണ്ട് ഭസ്മധാരണത്തിന് വിരോധവുമില്ല. തൻ്റെ സ്വന്തം ഉപാസനാ വിഷയം മറ്റുള്ളവരിൽ നിന്നും അത്രമാത്രം രഹസ്യമായി വെക്കണം എന്നതാണ് ആചാര്യർ ഉപദേശിക്കുന്നത്. ഈ കൗളോപനിഷത്തിലെ ഉപദേശങ്ങളുടെ ആത്യന്തിക സാരമായ കടഞ്ഞെടുത്ത വെണ്ണ എന്നതുപോലെ സംഗ്രഹിച്ചുള്ള 2 മന്ത്രങ്ങളാണ് ഏറ്റവും ഒടുവിലത്തെ സർവസമോ ഭവേത് എന്ന 42-ാം മന്ത്രവും സമുക്തോ ഭവതി എന്ന 43-ാം മന്ത്രവും. സർവസമോ ഭവേത്, സമസ്ത ജീവരാശികളോടും സകല സ്ഥാവര ജംഗമ വസ്തുക്കളോടും അനന്യമായ സമഭാവന പുലർത്തേണ്ടത് ഒരു ഉപാസകന്റെ കടമയാണ്. അങ്ങനെയുള്ള സമഭാവനയിൽ നിലയുറപ്പിച്ച സാധകൻ വേഗത്തിൽ മുക്തിപദത്തിലേക്ക് നീങ്ങുന്നു. സ മുക്തോ ഭവതി. അതായത് മോക്ഷമാർഗമായ ഈ ഉപാസനയിൽ താൻ തനിക്ക് വേണ്ടി ചെയ്യുന്ന സാധനം മാത്രല്ല, എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് ആത്മാർത്ഥമായി കൈക്കൊള്ളേണ്ട സമഭാവനയും വളരെ പ്രധാനമാണ് എന്ന് അർത്ഥം.
താദൃശ പുരുഷ ധൗരേയാത്ത് ഈഷത്ത് ന്യൂനാസ്തു ശനൈഹി ശനൈഹി മുച്യതേ ഇതി ഭാവഃ. ഈ സമഭാവന എത്ര വേഗം ആത്മാർത്ഥമായി സ്വീകരിച്ച് അതൊരു ശീലമായി തീർക്കാൻ സാധിക്കുന്നുവോ അത്രയും വേഗത്തിൽ അവർക്ക് മുക്തിയുടെ പടിവാതിലിലേക്ക് അടുക്കാനാവും എന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് കൗളോപനിഷത്തിൻ്റെ എല്ലാ കാലത്തിനും യോജിച്ചതായ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിന് വളരെ യോജിച്ചതായ സാരോപദേശവും നിർദ്ദേശങ്ങളും. ഉപാസകർ, പ്രത്യേകിച്ച് ശ്രീവിദ്യോപാസന ചെയ്യുന്ന സാധകന്മാരും സാധികകളും ഇതെല്ലാം കൃത്യമായി പാലിച്ചാൽ ക്രമേണ അന്തരംഗശുദ്ധി നേടി സാധനയിൽ മാത്രമല്ല ജീവിതത്തിലും വിജയം പ്രാപിക്കും എന്ന വാഗ്ദാനമാണ് ഈ ഉപനിഷത്ത് നൽകുന്നത്. ഇതോടെ അവസാനിപ്പിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.